ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് തയ്യാറാക്കുന്നത്. ചിക്കനും കോണും വെജിറ്റബിൾസൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എല്ലോട് കൂടിയുള്ള വലിയ പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേണ്ടത് കുറച്ചധികം വെള്ളം. അപ്പോൾ ഞാനൊരു ചിക്കൻ ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ഗ്ലാസോളം വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വലിയ പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേവിച്ചതിന് ശേഷം ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6 ഗ്ലാസോളം വെള്ളം, ഏതാണ്ട് ഒരു 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലില്ലാത്ത വെറും ബോൺലെസ് ചിക്കന് നമുക്കിതിന് വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വേകാൻ വയ്ക്കാം. ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആ സമയത്തിന് ഇനി അടുത്തതായി എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മുടെ സൂപ്പിന് വേണ്ട അടുത്ത ആവശ്യം കുറച്ച് വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഒരു ചെറിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതേ അളവിലൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കോണ് ഞാനൊരു 1/2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് മിക്സി ജാറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പിന്നെ അല്ലാതെ നമുക്ക് വേണ്ടത് ബീൻസ്, കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്. അപ്പോൾ ഈ ചെറിയൊരു എരിവിന് ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുത്തു. അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ തന്നെ ഇത് കോണൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഏതാണ്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് നല്ല ചൂടുണ്ട്, ഒന്ന് വെന്താ നോക്കുക, ഒന്നെടുത്ത് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ പീസുകൾ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ പീസുകളാണ് എല്ലോട് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അരിച്ച് വേണം എടുക്കാൻ. ഈ ചിക്കൻ പീസുകൾ ഇങ്ങനെ കോരി മാറ്റരുത്. ഇതിപ്പോൾ ഞാൻ വലിയ പീസായതുകൊണ്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ചെറിയ പീസുകളാണെങ്കിൽ എല്ലും പൊടിയൊക്കെ ഇതിൽ വീഴാൻ വേണ്ടി സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിത് വലിയ പീസായതുകൊണ്ട് ഇതുപോലെ എടുത്ത് മാറ്റണം. ചെറിയ പീസുകളാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക. ആ ചിക്കൻ സ്റ്റോക്ക് മാത്രം ആ പാത്രത്തിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ ചിക്കൻ പീസുകളൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്കിലോട്ട് നമ്മൾ പിന്നെ കോൺ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തില്ലേ, അതിനെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇത്രയും ചിക്കൻ സ്റ്റോക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് ഈ കോണാണ്. അപ്പോൾ ഇത് പച്ച ചുവയുള്ളതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഇത് നല്ല ചൂടായ ചിക്കൻ സ്റ്റോക്കിലായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്ക് അടുത്തത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് ചെറിയ വേഗമുള്ള സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കോണും. അപ്പോൾ ഇതെല്ലാം ഒരു നല്ലതുപോലെ വെന്ത് പോകരുത്. നമുക്കിങ്ങനെ ഒന്ന് കരുകരിപ്പോടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേവിച്ചെടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാബേജൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമുക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അതൊക്കെ കൂടെ ചേർത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഒന്നും കൂടുതലാവാൻ പാടില്ല. കറക്റ്റ് അളവിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് ഇതിന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്ന സമയത്തിന് ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കൻ സ്റ്റോക്കിലോട്ട് ചേർത്ത് കൊടുത്ത വെജിറ്റബിളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മുടെ കോണും ഒക്കെ ഏതാണ്ടായിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതിയാകും. ഇനി അടുത്തതായി ഇതിൽ ചേർക്കാനുള്ളത് കോൺഫ്ലവറാണ്. ഞാനൊരു 2 ചെറിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ട ഇല്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഒന്ന് കുറുകി കിട്ടും. കോൺഫ്ലോർ കൂടി പോകരുത്. 2 ചെറിയ ടേബിൾ സ്പൂൺ മതിയാകും. അടുത്തതായി ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ ഒന്ന് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് പതച്ച് മാറ്റി വയ്ക്കുക.
ഇനി നമ്മൾ ഇതിലോട്ട് ഏതാണ്ട് നമ്മൾ ചിക്കൻ ഇതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ മുട്ടയുടെ വെള്ള ഏതാണ്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളമേ കാണുകയുള്ളൂ. അത്യാവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടയും കൂടെ എടുക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയുടേതാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പിന്നെ ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത്രയ്ക്കും തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്നതെല്ലാം അതാത് സമയങ്ങളിൽ കുറച്ച് വീതം ചേർത്ത് ആ സമയങ്ങളിൽ ഇതെല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ. അപ്പോൾ ഇനിയും നമ്മൾ ഇതിലോട്ട് കുറച്ച് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കും. അപ്പോൾ അതും കറക്റ്റ് സമയങ്ങളിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അതിൻ്റെ കളറും ടേസ്റ്റും ഒന്നും മാറ്റാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ചേർത്തതിന് ശേഷം ഇനി നമ്മൾ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മുട്ടയുടെ വെള്ളം ഒഴിക്കുന്ന സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ സൂപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതുപോലെ നൂലായിട്ട് വെള്ളയായിട്ട് കിടക്കുന്നത് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ള ചേർത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ നമുക്കതൊന്ന് ചെറിയ പീസുകളാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് കട്ട പിടിച്ച് ഒറ്റ പീസായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മുട്ടയുടെ വെള്ളയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയമൊക്കെ ഫ്ലെയിം നല്ല കൂട്ടി അതിനെ വറ്റിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ്. എന്നാലും പച്ചമുളകൊന്നും ഇതിൽ കൂടുതൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പച്ചമുളക് ഓപ്ഷനിലുമാണ്. പിന്നെ നമുക്ക് എരിവ് വേണമെന്നുള്ളത് കൊണ്ട് ഇത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അടുത്തതായി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് എരിവിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. പിന്നെ ഇനി ഞാൻ അടുത്തത് ഇതിലോട്ട് ചേർക്കുന്നത് ചാറ്റ് മസാലയാണ്. അത് ഒരു 3-4 പിഞ്ച്, അതായത് 1/4 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പ് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷനിലാണ് ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. അതും കൂടി ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും. അളവ് കൂടരുത്, 1/4 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതുതായിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.